അപ്പോൾ നമ്മളുടെ 15 ഡേയ്സ് വെബ് ഡിസൈനിങ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വരുന്ന 15 ദിവസം റെഗുലറായിട്ടുള്ള നമ്മളെ കുറച്ച് ടാസ്കുകൾ ചെയ്ത് ഒരു 5 വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ലീഡ് ചെയ്യുന്നത് നമ്മളുടെ കമ്പനിയുടെ CTO ആയിട്ടുള്ള ആദിലാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആദിൽ ഷെയർ ചെയ്യും. ആദ്യം എന്താണ് ഒരു ബേസ് മുതൽ എങ്ങനെയാണ് എന്നുള്ള ഒന്നും അറിയാത്തവരാവും ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഒരു വെബ്സൈറ്റ്, അതല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ബേസ് മുതൽ പിന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോലെ. ഓക്കെ, അതായത് നമ്മളൊരു 15 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈനർ ആവാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ബേസിക് ആണ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതെങ്കിലും ഒരു IT ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വെബ്സൈറ്റ് ഡിസൈനെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15 ദിവസം മൊത്തം ക്ലാസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോ ദിവസം വെച്ചിട്ട് ഓരോ വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ടോട്ടൽ ഒരു 5 വെബ്സൈറ്റോളം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു വെബ്സൈറ്റും നമ്മൾ തരും ടാസ്ക് ആയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ ക്യാഷ് പ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്യാഷ് പ്രൈസ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. കൊടുക്കാം, അതെന്തായാലും കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്കെന്നാ ഇനി ലേറ്റ് ആക്കണ്ട, നേരെ സ്റ്റാർട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അവിടെ arika.adventure.com എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. നമ്മുടെ പിള്ളേർ ചെയ്ത സൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾ ഡെയിലി കാണുന്നുണ്ടായിരിക്കും. അതെ, അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു നല്ലൊരു ഡിസൈനിങ് പാർട്ടുണ്ട്, അതായത് ഒരു സ്റ്റൈലിഷ് പാർട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ ലോഗോ ഉണ്ട്, അതേപോലെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇമേജ് ഉണ്ട്, അതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്, ഒരു വെബ്സൈറ്റിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞു സ്റ്റൈലിഷ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ കണ്ടന്റുകളുണ്ട്. ഇത്തരത്തിൽ വെബ്സൈറ്റിനകത്തോട്ട് കണ്ടന്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, HTML എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. HTML ഒരു ലാംഗ്വേജ് അല്ല, ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഒരു ഹൈപ്പർ ടെക്സ്റ്റ്, നമ്മൾ നോർമലി ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതാണ് HTML. നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ +1 പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈ HTML സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, 10th പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML ഉപയോഗിക്കുന്നത്. അതായത് അതിനകത്തോട്ട് വേണ്ട കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ് HTML ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് HTML എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പഠിച്ചു തുടങ്ങാം. ഓക്കെ, HTML ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം. അപ്പം നമ്മൾ സാധാ ഡോക്യുമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ MS ഓഫീസ് ഒക്കെ ഉപയോഗിക്കും. പക്ഷെ അത് ഉപയോഗിച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഡിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വലി ഒരു ബേസ് കോഡ് ഡെവലപ്പ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ കോഡ് എഴുതി വരാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമായിട്ടുണ്ട് അല്ലേ. അതിന് നമ്മൾ IDEs എന്നാണ് പറയുക. IDE അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയും. അതായത് വിഷ്വൽ സ്റ്റുഡിയോ, സബ്ലിം പോലത്തെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മൾ ഡെവലപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന IDEs ആണ് കേട്ടോ. അപ്പോൾ ഈ IDEsൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്മെൻറ്റിൽ കോഡ് എഴുതി തുടങ്ങുക. ഓക്കെ, അതെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന IDE എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സിസ്റ്റം ഏതോ ആയിക്കോട്ടെ, അതായത് മാക് ആയിക്കോട്ടെ, ലിനക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിൻഡോസ് സിസ്റ്റം ആയിക്കോട്ടെ, ഏത് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് VS കോഡ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിനകത്ത് തന്നെ എന്തുണ്ട്, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിന് സൂട്ടബിൾ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യാന്ന് നമ്മുടെ ആഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മൊബൈൽ ഫോണിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് എഡിറ്റർ.
അപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, എ കോഡ് എഡിറ്റർ സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. സാധാരണ ഇപ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ഇതേപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ പോലത്തെ IDEs യൂസ് ചെയ്യാണ്. ഇനി ഇല്ലെങ്കിലും അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, IDEsന്റെ അതേ യൂസറിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എ കോഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആക്ച്വലി അതിൽ കോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് അവിടെ എന്താണ് ചെയ്യേണ്ടത് സിമ്പിളായിട്ടൊരു മൊബൈലിന്റെ സ്ക്രീനിൽ ഉപയോഗിച്ചിട്ട് തന്നെ ആ ലൈവ് ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റുന്നതിലാണ് എ കോഡിന്റെ ഒരു പ്രത്യേകത അല്ലേ. അപ്പോൾ എ കോഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എ കോഡ് എങ്ങനെ ചെയ്യാന്നുള്ള തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ വേട്ടാ. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഇല്ലവരാണെന്നുണ്ടെങ്കിൽ എ കോഡ് ഉപയോഗിക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവരും VS കോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ മുന്നേ 1-2 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. നമ്മളൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫോൾഡേഴ്സും ഫയൽസും ഉണ്ടായിരിക്കും. ഈ ഫോൾഡേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫോൾഡർ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എങ്കിലും എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ വെബ് ഡിസൈനിങ്ങോ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റോ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HTML ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും വിൻഡോസ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ദിസ് PC അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ മാക്കിനകത്താണെന്നുണ്ടെങ്കിൽ ഫൈൻഡർ ആണുള്ളത്. അപ്പോൾ ഫൈൻഡറിനകത്ത് ഞാൻ ഡോക്യുമെൻസിൻ്റെ ഉള്ളിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രൈവിനകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഞാൻ സാധാരണ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലാണ് ചെയ്യാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക് ടോപ്പിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് ന്യൂ ഫോൾഡർ കൊടുക്കാം, അല്ലെങ്കിൽ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺടൈറ്റിൽഡ് ഫോൾഡർ എന്നാണ് വന്നിട്ടുള്ളത്. വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ന്യൂ ഫോൾഡർ എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ അൺടൈറ്റിൽഡ് കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ നോർമലായിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഇതേപോലെ സ്പേസ് ഇട്ടിട്ടായിരിക്കില്ല ഫോൾഡർ ചെയ്യുക. അതിന് പകരം സ്പേസിന് പകരം നമ്മൾ അവിടെ ഒരു ഹൈഫണാണ് ഇട്ട് കൊടുക്കാറ്. അതേപോലെ ഒരു ഫോൾഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ടാവാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല, ഫുള്ള് സ്മോൾ ലെറ്റേഴ്സിനായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫോൾഡറിന് പേര് കൊടുക്കുന്നത് മൈ വെബ്സൈറ്റ് എന്നാണ്. അപ്പം my-website. ഓക്കെ അല്ലേ. ഇനി ഈ ഫോൾഡർ എനിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഐഡിയ ആയിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു വെൽക്കം സ്ക്രീനൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം, 1-2 എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ എക്സ്റ്റൻഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റോ എന്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ പ്ലഗിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് VS കോഡിനകത്തോട്ട് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 5ാമത്തെ ഓപ്ഷനായിട്ട് എക്സ്റ്റൻഷൻസ് എന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട് ടോപ്പിലായിട്ട്. അതിനകത്ത് ഞാൻ സെർച്ച് ചെയ്യാൻ പോവുകയാണ് ലൈവ് സെർവർ. ഓക്കെ, ഇതാണ് ലൈവ് സെർവർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഓൾറെഡി ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് സേവ് ടൈപ്പിംഗ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടൈപ്പ് ചെയ്തതിന് ശേഷം ഓരോ വട്ടവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സേവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു
ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ടോപ്പിൽ ഉള്ള എക്സ്പ്ലോറർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്, ഓപ്പൺ ഫോൾഡർ ഉണ്ട്. അതേപോലെ മുകളിൽ എന്തുണ്ട്, ഫയലുണ്ട്. ഫയലിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, ഓപ്പൺ ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ഫോൾഡർ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻസിൻ്റെ ഉള്ളിൽ മൈ വെബ്സൈറ്റ്, ഇതാണ് എന്തുള്ളത്, എൻ്റെ ഫോൾഡർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആക്കി. ഇനി എന്ത് വേണം, നമുക്ക് ഫസ്റ്റ് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഒക്കെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്, ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ നമ്മുടെ ഇവിടെ എക്സ്പ്ലോററിൻ്റെ താഴത്തായിട്ട് മൈ വെബ്സൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫോൾഡറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഓപ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുക്കാം. അപ്പം ഞാൻ കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് index.html. ഞാനിവിടെ ഫസ്റ്റ് ഒരു പേര് പറഞ്ഞതിന് ശേഷം ഒരു ഡോട്ട് ഇട്ടിട്ട് HTML കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഫയൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഡോട്ട് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, ഒരു എക്സ്റ്റൻഷനായിട്ട് എന്തുണ്ടാവും, ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ HTML ഫയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ HTML.html എന്ന് കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിനെന്തുണ്ടാവും, PNG എന്നുണ്ടായിരിക്കും, .png എന്നുണ്ടായിരിക്കും. അതേപോലെ .jpg എന്നുണ്ടായിരിക്കും. PDF ഫയൽ എടുത്തു കഴിഞ്ഞാൽ .pdf എന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പേര് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഈ പേര് ആർക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വരുന്ന, അതായത് ഡോട്ട് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു സിസ്റ്റത്തിന് ഇത് ഏത് ടൈപ്പ് ഫയലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, .html എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് ഫോൾഡറും ക്രിയേറ്റ് ചെയ്തു, നമ്മുടെ ഫയലും ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, index.html എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ HTML ഫയലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ HTML ഫയൽ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ താഴത്ത് ബ്ലൂ കളറിലൊരു ടാബ് കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സെൻട്രലായിട്ട് ഗോ ലൈവ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഈ സാധനം റൺ ചെയ്ത് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഗോ ലൈവ്, താഴത്തുള്ള ഗോ ലൈവ് കൊടുത്തിട്ട് ഇത് എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HTML ഫയലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു കണ്ടന്റ് എഴുതുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ HTML കണ്ടന്റ് എഴുതാൻ പറ്റില്ല. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HTML ഫയൽ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഹലോ വേൾഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, HTML ഫയലിനകത്ത് കണ്ടന്റ് എഴുതൂല. നമ്മൾ ഓരോ ടാഗുകളായിട്ടാണ് HTML കണ്ടന്റ് എഴുതുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടാഗ് എഴുതുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ടാഗ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കണ്ടന്റിനും പെർട്ടിക്കുലറായിട്ട് വേറെ വേറെ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെഡിങ്ങിനാണെങ്കിൽ ഒരു ടാഗ്, പാരഗ്രാഫിനാണെങ്കിൽ ഒരു ടാഗ്, ഇമേജ് കൊടുക്കാൻ വേറെ ടാഗ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാഗുകൾ എഴുതുന്നത്. അപ്പോൾ അത് ടാഗ് എഴുതുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. അതായത് നമ്മൾ ടാഗ് നെയിം എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടാഗ് നെയിം എൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കണ്ടന്റ് എഴുതുന്നത്. ഇപ്പോൾ ഇതൊരു ഹെഡിങ് ടാഗ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ടാഗ് എഴുതിയതിന് ശേഷം അതെന്ത് ചെയ്യും, അതൊരു പെയർ ടാഗ് ആയിട്ടാണ് എഴുതുന്നത്. അതായത് ഇവിടെ ഫസ്റ്റ് ടാഗ് നെയിം, അതേപോലെ ലാസ്റ്റ് ടാഗ് നെയിം, അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടാഗ് എഴുതുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ ടാഗുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
കൺഫ്യൂഷൻ തീരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് എഴുതി തുടങ്ങാം. ടാഗ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ള ടാഗുകൾ എഴുതി നോക്കാം. ഒരു HTML ഫയലിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ടാഗ് എന്ന് പറയുന്നത് HTML ടാഗാണ്. ഈ HTML ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കി വരുന്ന എല്ലാ ടാഗുകളും എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ HTML ടാഗിൻ്റെ ഉള്ളിലും നമുക്ക് കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് എഴുതുന്ന ടാഗ് എന്ന് പറയുന്നത് ഹെഡ് ടാഗാണ്. അതേപോലെ ഈ ഹെഡ് ടാഗിന് താഴത്തായിട്ട് ബോഡി എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, HTML ടാഗിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് 2 ടാഗുകളുണ്ട്, ഹെഡ് ടാഗ് അതേപോലെ ബോഡി ടാഗ്. ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ടന്റുകൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് ടാഗ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഓട്ടോ ഫിൽ ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു HTML ഫയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഇതിനകത്ത് കുറച്ചധികം ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഡോക് ടൈപ്പ് HTML എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു HTML5 വേർഷനിലുള്ള HTML ഫയലാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ HTML ടാഗ് അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടന്റ് എഴുതുക എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, ഹെഡ് ടാഗ് ഉണ്ട്. ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ഒരു 3 ടാഗ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴത്ത് ബോഡി ടാഗ് ഉണ്ട്. അതേപോലെ ബോഡി ടാഗും HTML ടാഗും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എന്ത് വന്നിട്ടുണ്ട്, ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ടൈറ്റിലിൻ്റെ പേര് എന്തുണ്ട്, ഡോക്യുമെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഹലോ വേൾഡ് എന്ന് എഴുതാണ്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് എഴുതി. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇത് വീണ്ടും റൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി റണ്ണിലാണ്. നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ആ ഹലോ വേൾഡ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ എഴുതിയ ഡോക്യുമെൻറ്റ് ഇതിനകത്ത്, അതായത് ടൈറ്റിലായിട്ട് എഴുതിയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് എവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടോപ്പിലായിട്ട് ഡോക്യുമെൻ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റിന് ടൈറ്റിൽ കൊടുക്കുന്നത് എവിടെയാണ്, ഹെഡിൻ്റെ ഉള്ളിലാണ്. അതായത് ഒരു വെബ്സൈറ്റിന് വേണ്ട അഡീഷണൽ ഇൻഫർമേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈറ്റിൽ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല ഹെഡ് ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വെബ്സൈറ്റിന് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടന്റുകൾ എവിടെ എഴുതി കൊടുക്കുന്നത്, ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഹെഡിങ് ടാഗ് എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് H1 എഴുതി. ഈ H1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഹെഡിങ് ടാഗ്. ഇതേപോലെ 6 ഹെഡിങ് ടാഗുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, എഴുതി നോക്കാം. ഇപ്പോൾ ഫസ്റ്റത്തെ ഹെഡിങ് ടാഗാണ് H1 ഹെഡിങ് ടാഗ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ഹെഡിങ് 1 എഴുതി. ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റർ അടിച്ചിട്ട് H2 എഴുതുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഹെഡിങ് 2 എന്ന് എഴുതി. അതേപോലെ എൻ്റർ ചെയ്തിട്ട് H3, ഹെഡിങ് 3, H4, ഹെഡിങ് 4, അതേപോലെ H5, ഹെഡിങ് 5, H6, ഹെഡിങ് 6. അപ്പോൾ എങ്ങനെയാണ്, 6 ഹെഡിങ് ടാഗുകളുണ്ട്. ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്, നമ്മൾ എഴുതിയിട്ടുള്ള 6 ഹെഡിങ് ടാഗുകളുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡിങ് ടാഗുകളുടെ പ്രത്യേകത എന്താണ്,
ഏറ്റവും വലുതായിട്ടുള്ളത് ഏതാണ്? H1 ടാഗാണ്. ഒരിക്കലും വലിയ ടാഗാണ് H1 ടാഗ് എന്ന് ചിന്തിക്കരുത്. ഇത് പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രയോറിറ്റി കൂടുതലുള്ള ഒരു ഹെഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ H1 കൊടുക്കും. പ്രയോറിറ്റി കുറയുന്നതിനനുസരിച്ച് H2, H3 അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ H ടാഗുകൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് ടാഗ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ പാരഗ്രാഫ് ടാഗ് എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് P ടാഗ്. ഈ P ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ പാരഗ്രാഫ് എഴുതുന്നത്. അപ്പോൾ പാരഗ്രാഫ് നമുക്ക് ഡമ്മി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാരഗ്രാഫ് ആഡ് ചെയ്യാൻ പറ്റും. ഡമ്മി പാരഗ്രാഫ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു? ലോറം എന്നെഴുതി. ലോറം എന്നെഴുതിയതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡമ്മി ആയിട്ടൊരു പാരഗ്രാഫ് വരും. ഇതിന് പെർട്ടിക്കുലറായിട്ട് മീനിങ് ഒന്നുമില്ല, പക്ഷേ വെബ് ഡിസൈനേഴ്സും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡമ്മി പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോറം ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് ജനറേറ്റ് ചെയ്യുന്ന സൈറ്റുകളുണ്ട്. നമുക്ക് VS Code ആണ് നമ്മുടെ ഐഡിയ ആയതുകൊണ്ട് തന്നെ അവർ തരുന്ന ഒരു ഫീച്ചറാണിത്. ജസ്റ്റ് ലോറം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡമ്മി പാരഗ്രാഫ് വരും. ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. നമ്മുടെ പാരഗ്രാഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലിങ്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് ഒന്നെങ്കിൽ facebook.com പോകണം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്തോട്ട് പോകണം. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമ്മുടെ വെബ്സൈറ്റും മറ്റൊരു വെബ്സൈറ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്, അതായത് ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റിനകത്തോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് A ടാഗ്. അപ്പോൾ A ടാഗ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം A എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണലായിട്ട് ഒരു സംഗതി കൂടി വന്നിട്ടുണ്ട്, href. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ആദ്യം നോക്കണം. അതേപോലെ നമ്മുടെ ടാഗിനുള്ളിൽ നമ്മൾ സാധാ എഴുതുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? ഗൂഗിൾ എന്ന് എഴുതി. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താഴത്ത് എന്ത് വന്നിട്ടുണ്ട്? നീല കളറിൽ ഗൂഗിൾ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതിനൊരു അണ്ടർലൈൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഒരു ലിങ്കാണ്. പക്ഷെ ഇതിൽ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് വെബ്സൈറ്റ് റീലോഡ് ആവുന്നുണ്ട്, എവിടേക്കും പോകുന്നില്ല. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലിങ്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് എവിടെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക? ഈ hrefൻ്റെ ഉള്ളിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് A ടാഗ്. അതിന് ലിങ്ക് ഏത് ലിങ്കിലോട്ടാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് href എഴുതുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഗൂഗിളിൻ്റെ ലിങ്ക് അവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? google.com പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടെ ഗൂഗിളിൻ്റെ ലിങ്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഗൂഗിളിൻ്റെ ലിങ്ക് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഗൂഗിളിലോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഗൂഗിളിലോട്ട് പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യുന്നത്. ലിങ്ക് നമ്മൾ ഇതിന് മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് ഒരു പേജിനകത്ത് നിന്ന്, അപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവും? ഹോം പേജ് ഉണ്ടാവും, എബൌട്ട് പേജ് ഉണ്ടാവും, കോൺടാക്ട് പേജ് ഉണ്ടാവും. അപ്പോൾ ഒരു വെബ്സൈറ്റിനകത്ത് നിന്ന് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ഒരു പേജിനകത്ത് നിന്ന് അടുത്ത പേജിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലിങ്ക് ടാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇമേജ് കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് img ടാഗ്. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ സജഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോ സജഷൻ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടാതാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കൺട്രോൾ സ്പേസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഓട്ടോ സജഷൻ വരും. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇമേജ് ടാഗ്. ഇമേജ് ടാഗ് നമ്മൾ നേരത്തെ കൊടുത്ത ടാഗിൽ നിന്നും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അതായത് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് img ടാഗ് എന്ത് ചെയ്തിട്ടില്ല? ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ ബാക്കി ഏത് ടാഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ H1 ആയിക്കോട്ടെ, പാരഗ്രാഫ് ആയിക്കോട്ടെ, A ടാഗ് ആയിക്കോട്ടെ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാലും അത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ img ടാഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിങ് ടാഗാണ്.
ബാക്കിയുള്ളതൊക്കെ എന്താണ് പെയർ ടാഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അത് ക്ലോസ് ചെയ്യാത്തത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ IMG ടാഗ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്, ലാസ്റ്റ് എൻഡിലായിട്ട് ഒരു സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മുടെ ഒരു കോഡ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ആട്രിബ്യൂട്ട് ഉണ്ട്. അതായത് നമ്മൾ ഒരു ടാഗിൻ്റെ ഉള്ളിൽ, ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ, അതായത് ഇവിടെ നമ്മൾ എ ടാഗിന് എന്ത് പറഞ്ഞു കൊടുത്തു, HRF പറഞ്ഞു കൊടുത്തു. അതൊക്കെ എന്താണ്, ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 ആട്രിബ്യൂട്ട് എന്തുണ്ട്, നമ്മുടെ ഇമേജ് ടാഗിനുണ്ട്. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഈ ALTക്കകത്ത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇമേജ് എന്ന് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒരു ഇമേജിൻ്റെ ഒരു ഐക്കണും ഉണ്ട്, ഇവിടെ ഇമേജ് എന്നും വന്നിട്ടുണ്ട്. ഇനി ഞാനത് എന്ത് ചെയ്യാണ്, മാറ്റി കൊടുത്തു നോക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, കാറെന്ന് കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും, കാറെന്ന് വരും. അപ്പോൾ ഇമേജ് ലോഡാവാത്ത സമയത്ത് അവിടെ ഒരു ഇമേജ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ALT ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ALT നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു കോഡ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ALT നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അതേപോലെ SRCക്കുള്ളിലാണ് ഇമേജ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇമേജസ് കൊടുക്കാം. നെറ്റ്വർക്ക് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഇമേജിൻ്റെ URL ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഇമേജ് നമ്മുടെ വെബ്സൈറ്റിനകത്തും ലോഡാവും. അതേപോലെ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഇമേജ് കൊണ്ടുവന്നിട്ടിട്ട് അതും ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മെത്തേഡും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് തപ്പുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ന്യൂ ടാബ് എടുത്തു. അതിന് ശേഷം ഞാൻ കാറിൻ്റെ ഇമേജാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാറിന് സെർച്ച് ചെയ്തു. അതിന് ശേഷം ഇമേജസ് എടുത്തു. ഇവിടെ എന്തുണ്ട്, ഒരുപാട് കാറിൻ്റെ ഇമേജ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കാറിൻ്റെ ഇമേജ് ക്ലിക്ക് ചെയ്തു. റൈറ്റ് ക്ലിക്ക് നോക്കിയതിന് ശേഷം അതിനകത്ത് ഓപ്പൺ ഇമേജ് ഇൻ ന്യൂ ടാബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇമേജ് എന്ത് ചെയ്തു, നമ്മുടെ ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിങ്ക് കിട്ടും. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+C ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഏതാണ്, Ctrl+C ആണ് നമ്മുടെ ഷോർട്ട് കീ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ കോപ്പി ഓപ്ഷനൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Ctrl+C ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും. ഇനി നമ്മുടെ VS കോഡിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ SRCക്കുള്ളിൽ ആ കോഡ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കീബോർഡിൽ Ctrl+V ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് നമ്മുടെ സൈറ്റ്, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ലോഡായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ഇമേജ് നമുക്ക് ഇങ്ങനെയാണ് ലോഡ് ചെയ്യാൻ പറ്റുക. ഇനി നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഇമേജ് ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ഉള്ളിലുള്ള ഇമേജ് വേണം നമുക്ക് ലോഡ് ചെയ്യാൻ. അതായത് നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഇമേജ് വേണം നമുക്ക് ലോഡ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് ആദ്യം ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഇമേജ് തന്നെ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ സേവ് ഇമേജാസ്, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജാസ്, ഞാനിവിടെ പേര് കൊടുത്തു, ജസ്റ്റ് കാർന്ന് കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈൻഡറിനകത്ത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ്സിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഇമേജ് അവിടുന്ന് കോപ്പി ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സിനകത്ത് മൈ വെബ്സൈറ്റ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഉള്ളത്, അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നമ്മുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഈ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ SRCക്കുള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ലിങ്ക് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഇമേജിൻ്റെ പേരെന്താണോ അതവിടെ ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യും, ഓട്ടോ സജഷനായിട്ട് വരും. അപ്പോൾ car.jpg എന്നാണ് നമ്മുടെ ഇമേജിൻ്റെ പേര്. അത് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അവിടെ കൊടുക്കുകയാണ്. ഇനി നമ്മുടെ
ഡോക്യുമെൻ്റ് എന്നുള്ള സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് ഇപ്പോൾ എന്തുണ്ട് അവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, ഇമേജ് എന്തുണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ കൊടുത്തു. അതേപോലെ നെറ്റ്വർക്ക് ഇമേജ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് പഠിച്ചു. ഇനി ബാക്കി വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് HTML ഹെഡിങ് എഴുതുന്നത്, പാരഗ്രാഫ് എഴുതുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതേപോലെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്തത്, കുറച്ച് ലെങ്തി ആയത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ HTML ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ലാസ്റ്റ് നമുക്കൊരു പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ചെയ്തു നോക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, നാളെ കാണാം.